ഒരു നാൾ കാൺമതിൽ ഭാഗ്യമുണ്ടോ കൃഷ്ണ കൃഷ്ണ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ Shakti Kanna Ni Babu
പൂർണ്ണവൻ കണ്ണനും നീ മാറുന്നേ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ പഞ്ചസാര പായസം എന്നിവയെല്ലാം വെളുത്തിടും കണ്ണനേ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി 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 ഗോവിന്ദ ആരു കൊണ്ടുപോയി ആക്ക കൊണ്ടുപോയി ചോറല്ല ആരു കൊണ്ടുപോയി ആക്ക കൊണ്ടുപോയി ചോറല്ല ഇന്നത്തെ ഒന്നുമില്ലാതാവാൻ കണ്ണനും നീ മാറുന്നേ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ 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 ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ ഗോവിന്ദ ഹരി ഗോവിന്ദ. ഉണ്ണിയൂട്ട് എന്ന് പറയുന്ന മഹച്ചടങ്ങ് യജ്ഞശാലയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇലയില് വേസ്റ്റാക്കി കൊണ്ടുവന്ന് കളയരുത്. അമ്മമാരത് കഴിച്ചോണം. കുഞ്ഞുങ്ങൾ കഴിച്ചതിന്റെ ബാക്കി അമ്മമാര് കഴിക്കാറില്ല. കഴിക്കുമോ? ഇല്ലേ? കഴിക്കും. അപ്പോൾ എന്താണെങ്കിലും അത് വേസ്റ്റാക്കി കൊണ്ടുവന്ന് കളയരുതെന്ന് ഭഗവത് നാമത്തിൽ അറിയിക്കുകയാണ്. തന്റെ കുഞ്ഞ് എന്നുള്ളത് ദൈവികമായ സങ്കല്പത്തിലൂടെ ഭഗവാൻ തന്നെയാണ്. ആ ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി പ്രസാദമായിട്ടാണ് അമ്മമാര് ഭുജിക്കുന്നത്. അമ്മമാർ അത് ഭുജിക്കുമ്പോൾ പൂർണ്ണമായും നമുക്ക് കിട്ടുന്ന ഒരു പ്രസാദത്തിന്റെ ഗുണം തന്നെയാണ് നമ്മുടെ ഉദരത്തിലേക്ക് എത്തുന്നത്. ആകയാൽ കുഞ്ഞുങ്ങൾ കഴിച്ചതിന്റെ ബാക്കി എല്ലാവരും കളയാതെ തന്നെ കഴിച്ചുകൊള്ളണം. ഞങ്ങൾ കുറെ നേരം കണ്ണടച്ചിരിക്കാൻ പോകണേ. അപ്പോൾ എന്താണെങ്കിലും നിങ്ങൾക്ക് കഴിക്കാൻ ഇരിക്കുക, വേണോ വേണ്ടയോ എന്ന്. അങ്ങനെയുള്ള വടംവലി ഒന്നും വേണ്ട. ഭഗവാൻ കഴിച്ചതിന്റെ ബാക്കി കഴിക്കാം. അതുപോലെ തന്നെ യജ്ഞശാലയില് ഇത് വിളമ്പിയവര് വേസ്റ്റ് ആയിട്ടുള്ള ഇലയൊക്കെ അവര് തന്നെ എടുത്തുകൊള്ളും. അമ്മമാരെ കുഞ്ഞുങ്ങളുടെ കൈയൊക്കെ കഴിവിച്ചിട്ട് ഇവിടെ ആ പ്രസാദം വാങ്ങാനായിട്ട് ലൈനായിട്ട് വരണം. അതോടൊപ്പം തന്നെ വേറൊരു സാധനം എന്റെ കയ്യിലുണ്ട്, ഒരു നാമജപം. അതുകൂടി ഞാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും നൽകും, ഉള്ളിടത്തോളം. അതുകൂടാതെ വേറെ ഒരു സാധനം കൂടി കയ്യിലുണ്ട്. അത് 6-ാം ദിവസം ഇവിടെ ഏൽപ്പിക്കണം, ഫയലായി സൂക്ഷിക്കാൻ, അവരവരാൽ കഴിയുന്ന രീതിയിൽ. ഇന്നലെ ഞാൻ കുറച്ചു പേർക്ക് കൊടുത്തു. ഒരു കുടുംബത്തിൽ നിന്ന് 6 പേർക്കൊന്നും അത് കൊടുക്കാനില്ല. കൊടുക്കാനുള്ളത് ഒരെണ്ണമാണ്. അപ്പോൾ അത് എന്താണെന്ന് വായിച്ചു നോക്കിയിട്ട് അപ്പോൾ ഇവിടെ ഈ സന്നിധിയിൽ സന്നിഹിതരായിരിക്കുന്നവര്
അത് ഓരോന്ന് വാങ്ങിക്കണം. വാങ്ങിച്ചു കഴിഞ്ഞിട്ട് അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചു നോക്കണം. ഞാൻ അങ്ങോട്ട് പറയുമ്പോഴായിരിക്കും ഈ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുന്നത്, അല്ലേ? വടംവലി അന്നേരം മനസ്സിൽ വരും വർഷം നമുക്ക് ഇതുപോലെ യജ്ഞം നടക്കണം എന്നുണ്ടെങ്കിൽ അതിന് ചിലവുകളുണ്ട്. അപ്പോൾ ആ ഓരോ ദിവസവുമുള്ള ചിലവുകൾ കുറെ പേർ കൂടി ഒരുമിച്ചാൽ നമുക്ക് ഭാരിച്ച ഒരു ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഈ സന്നിധി പോകുന്നവർക്ക് എന്നും ഭക്തിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കാൻ അത് മതിയാകും. ഈ സന്നിധി ഉയരും. ഈ സന്നിധിക്ക് ഉയർച്ച ആവശ്യമാണ്. നമ്മളെല്ലാം ഇവിടെ ഒത്തുകൂടിയിരിക്കുന്നത് ഇതുപോലുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്ത് നിങ്ങളുടെ ഓരോരുത്തരുടെയും കൈക്കര്യത്തിന്റെ ഫലമായിട്ട് ഇവിടെ നൽകിയിട്ടുള്ള പണം ഇവിടെ ഓരോ രീതിയിലും അതിനുവേണ്ടി ചിലവഴിച്ച് നിർവഹിച്ച് ആണ് നമ്മൾ ഈ പന്തലുമൊക്കെ ഉണ്ടാക്കി സദ്യാലയമൊക്കെ നിർമ്മിച്ചിരിക്കുന്നത്. ആകയാൽ നമ്മൾ അതിലേക്ക് സംഭാവനയായിട്ട് നൽകേണ്ടിയവരൊക്കെ അവരവരാൾ കഴിയുന്ന രീതിയിൽ സംഭാവന നൽകുകയും കൂടെ വേണം. വരും വർഷമൊക്കെ നടക്കണമെങ്കിൽ, ഇങ്ങനെ ഉള്ള സംരംഭം ഉണ്ടാവണമെങ്കിൽ. ഞാനല്ല, മറ്റൊരു ആചാര്യനാണ് വരുന്നതെങ്കിൽ പോലും ഈ സന്നിധി പോകുമ്പോൾ ഇവിടെ ഉള്ളവരുടെ പൂർണ്ണമായ സഹകരണത്തിന്റെ ഫലമായിട്ടായിരിക്കും ഇവിടുത്തെ ഉയർച്ച ഉണ്ടാകുന്നത്. ഭജൻസിനുള്ളവര് ആ സൈഡിൽ സെറ്റിംഗ്സ് ഒക്കെ ഒരുക്കിക്കോണേ, ഇരിക്കാനുള്ളവർ.